ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ചട്നി തയ്യാറാക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കാമേ. തേങ്ങ മൊത്തം ഞാൻ ആ മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ കൂടിയിട്ടാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ട് വന്നപ്പോഴേ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാൻ തന്നെ ശ്രമിക്കണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ഈ ചട്നിക്ക്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇട്ട് കൊടുത്തിരുന്ന കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 2 വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണേ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആകുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചട്നി തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മിക്സ് എല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം മിക്സ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് നല്ലൊരു മണം വരും. അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിട്ട് കൊടുത്തിരുന്ന തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി റെഡിയാക്കി എടുക്കണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനി ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിച്ചെടുക്കല്ലേ. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു തിള വരുന്നിടം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവുമേ. ഞാനതിൻ്റെ ഇത് കാണിച്ചു തരാം. തിള കണ്ടോണം, ചെറുതായിട്ടൊന്ന് തിള കണ്ടോ, ഇതുപോലെ ഒന്ന് വരും. ഈ സമയം നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലോട്ട് ആക്കി കൊടുക്കാം. നല്ല ചൂട് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. താങ്ക് യു.